ഞാനൊരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ലോകത്തിലെ മഹാഭൂരിപക്ഷവും പിഴച്ചു പോയിരിക്കുന്നു, അവരെ പിഴപ്പിച്ചിരിക്കുന്നു ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ. അവരെ വീണ്ടെടുക്കുക എന്നുള്ളത് വലിയൊരു ത്യാഗമാണ്. ചിലപ്പോ ചോര കൊടുക്കേണ്ടി വരും, രക്തം കൊടുക്കേണ്ടി വരും. ഞാനിവിടെ മില്ലത്തെ ഇബ്രാഹിം എന്ന വിഷയം അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്റ്റേജ് തീയിട്ട് ചുട്ടു, 2 ഇനോവ കാർ തല്ലിപ്പൊളിച്ചു, ഒരു വാഗനർ അടിച്ചു പൊളിച്ചു. എന്തൊക്കെ ചെയ്തു അവര്? 180 കസേര തീയിട്ടു. വളരെ ഉയരം കൂടിയ ഒരു തെങ്ങിന്റെ മുകൾ ഭാഗം വരെ കത്തി ചാമ്പലായി. ഇത് ചെയ്തതാരാ? അവിടുത്തെ സുന്നികളും NDF-കാരും കൂടി ചേർന്ന്. ആലോചിക്കൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവർ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്ത്, മൗലികാവകാശങ്ങളുടെ സ്വതന്ത്ര രാജ്യത്ത്, ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. ഇന്ത്യയുടെ സവിശേഷത, ഇതൊരു മതേതര രാജ്യമാണ്. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാൻ, അത് പ്രീച്ചിങ് നടത്തുവാൻ, അത് പ്രചരിപ്പിക്കുവാൻ ഈ ഭരണഘടന സ്വാതന്ത്ര്യം നൽകിയ ഒരു മണ്ണ്. നിങ്ങൾക്കറിയുമോ, ഭീമാപള്ളി ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവിടുന്ന് സുന്നിയായി മാറി മുജാഹിദായ ഒരു മുസ്ലിയാര് അവിടെ പ്രസംഗിക്കാൻ വന്നു. മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് പ്രസംഗത്തിന് മുമ്പ് തന്നെ 200ഓളം വരുന്ന കള്ളുകുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, സെക്സ് കേസറ്റ് കാണുന്ന, എല്ലാവിധ തിന്മകളിലും വ്യാപൃതരായ ഒരു പറ്റം ദർഗാ പൂജകരായ ആളുകൾ അടിച്ച് ഹോസ്പിറ്റലിലാക്കി എല്ലാത്തിനെയും. ഇക്കഴിഞ്ഞ റമദാനിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് സ്വന്തം വീട്ടിൽ, പള്ളിയിൽ പോലുമല്ല, ഭീമാ പള്ളിയിൽ പോലുമല്ല, സ്വന്തം വീട്ടിൽ നമസ്കരിച്ചവരുടെ തലയടിച്ചു പൊട്ടിച്ചു. 24 തുന്നുള്ള 2 ഓപ്പറേഷത്തിന് വിധേയമായി. എന്താ കാരണം? എന്നിട്ട് അവിടെ നോട്ടീസ് ഇറക്കി. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനെ ചെന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, ഭീമാ പള്ളി കേരള സ്റ്റേറ്റിന്റെ ഭാഗമാണോ അല്ല ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ? അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു നോട്ടീസാണിത്. എന്താ ഇത്? ഭീമാ പള്ളിയുടെ 4-5 കിലോമീറ്ററിനുള്ളിൽ ജമാഅത്തെ ഇസ്ലാമി, KNM, NDF, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ഒരാൾക്കും പരിപാടി നടത്താനോ നോട്ടീസ് ഒട്ടിക്കുവാനോ എഴുതുവാനോ പെർമിഷൻ ഇല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇവനാര്? നാട്ടുരാജാവോ? അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒരു ജനതയെ തള്ളിയിട്ട ഇവനാര്? ഈ എഴുതിയ പ്രസിഡന്റ് ആര്? അവനൊക്കെ ഭരിക്കുന്ന നാടേതാ? ഇത് സ്വച്ഛാധിപതികളുടെ നാട്ടുരാജ്യമാണോ? ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയുള്ള, നാനാത്വത്തിലേകത്വമുള്ള, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാട്ടിൽ കേരളം എന്ന സ്റ്റേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഭീകരവാദത്തെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും കാശ്മീരിൽ 2 ആളെ കണ്ടാ മാത്രം തീവ്രവാദം, എന്നിട്ട് സർക്കാരോ അവർക്ക് അനുകൂലമായി നിന്നു. ചിന്തിക്കണം. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ചെയ്ത ഭീകരവാദം, അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ 50 പേരെ ചുട്ടുകരിച്ചാലോ ഒരു പ്രശ്നവുമില്ല. കണ്ണൂരിന്റെ ജില്ലയിൽ 58 എണ്ണിനെയാണ് 10 കൊല്ലത്തിന് മുമ്പ് തട്ടിയത് രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഈ പറഞ്ഞ നേതാക്കന്മാരുടെ പേരിൽ. ഞാൻ ലിസ്റ്റും കണക്കുമൊന്നും പറഞ്ഞ് ആരെയും വേദനിപ്പിക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നട്ടല്ലില്ലായ്മ യുവസമൂഹമേ, എന്തിന് ഇരിക്കാൻ പറയുമ്പോ കിടന്നു നിരങ്ങുന്ന വിധേയത്വം എന്തിന്? സത്യത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു സിംഹക്കുട്ടിയെ പോലെ ഒരു നിമിഷം 1000 വർഷം പൂച്ചക്കുട്ടിയെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? പിന്നെ എന്തിനാ ഇതൊക്കെ? അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. എല്ലാവരോടും എനിക്ക് മുജാഹിദുകളോടൊക്കെ പറയാനുള്ളത്, ധർമ്മമല്ലാതെ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറാൻ പാടില്ല. അതാ മുജാഹിദ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആരെയും നേരെ കുതിര കയറുന്ന മതം എന്നല്ല. എല്ലാരെയും സ്നേഹിച്ചു. എന്നാ ഒരാൾ സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും, ബാപ്പ നിങ്ങളുടെ പറഞ്ഞ് ശരിയല്ല, അതാണ് ഇസ്ലാം. വലൗല അൻഫുസികും അവിൽ വാലിദൈനി വല്ലഖറബീൻ യകൂനൂ ഗനിയൻ ഔ ഫഖീറ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസാ 135-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ കുനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നീതിക്ക് വേണ്ടി നിലകൊള്ളണം. സ്വന്തം ബാപ്പാക്കെതിരാണെങ്കിൽ പോലും, സ്വന്തം മക്കൾക്കെതിരാണെങ്കിൽ പോലും, മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ പോലും, ഭാര്യാബന്ധുക്കൾക്കെതിരാണെങ്കിൽ പോലും,